സ്വദേശ് ക്വിസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പാർട്ട് 3 വീഡിയോ ആണിത്. ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ചോദ്യം 1. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ M.K. സാനു സ്മാരകം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ M.K. സാനു സ്മാരകം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം വാൽമീകി കുന്ന്. ചോദ്യം 2. പ്രശസ്ത എഴുത്തുകാരൻ M.K. സാനു അന്തരിച്ചത് എന്നാണ്? പ്രശസ്ത എഴുത്തുകാരൻ M.K. സാനു അന്തരിച്ചത് എന്നാണ്? ഉത്തരം 2025 ഓഗസ്റ്റ് 2. ചോദ്യം 3. പ്രശസ്ത എഴുത്തുകാരൻ M.K. സാനുവിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? പ്രശസ്ത എഴുത്തുകാരൻ M.K. സാനുവിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം കർമ്മഗതി. ചോദ്യം 4. 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിൻ്റെ പേര്? 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം എറിൻ. ചോദ്യം 5. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 6. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സാറ ജോസഫ്. ചോദ്യം 7. കേരളത്തിലെ ആദ്യ അവക്കാഡോ നഗരം ഏതാണ്? കേരളത്തിലെ ആദ്യ അവക്കാഡോ നഗരം ഏതാണ്? ഉത്തരം അമ്പലവയൽ. ചോദ്യം 8. അടുത്തിടെ 2025-2035 കാലയളവിനെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അടുത്തിടെ 2025-2035 കാലയളവിനെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. ചോദ്യം 9. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ശുഭാംശു ശുക്ല. ചോദ്യം 10. ഭൂമിയെ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത് അത് മുഴുവൻ ഒന്നായി കാണപ്പെടുന്നു എന്നതാണ്. ഒരു അതിർത്തിയും കാണാനില്ല, ഒരു അതിർത്തിയുമില്ല, ഒരു സംസ്ഥാനവുമില്ല, ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത്. നാം എല്ലാം മനുഷ്യകുലത്തിൻ്റെ ഭാഗമാണ്. ഭൂമി നമ്മുടെ വീടും നാം എല്ലാം അതിലുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശുഭാംശു ശുക്ല. ചോദ്യം 11. മലബാറിലെ ജനതയുടെ ദുരിതങ്ങൾ മദ്രാസിലെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി നടന്ന ജാഥയുടെ പേര്? മലബാറിലെ ജനതയുടെ ദുരിതങ്ങൾ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി നടന്ന ജാഥയുടെ പേര് എന്താണ്? ഉത്തരം പട്ടിണി ജാഥ. ചോദ്യം 12. പട്ടിണി ജാഥ നടന്ന വർഷം എന്നാണ്? പട്ടിണി ജാഥ നടന്ന വർഷം എന്നാണ്? ഉത്തരം 1936. ചോദ്യം 13. പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം A.K. ഗോപാലൻ. ചോദ്യം 14. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഗൺ ട്രാജഡി
മെമ്മോറിയൽ ഹാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂർ. ചോദ്യം 15. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ആരാണ്? വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ്റെ പേര് എന്താണ്? ആൻസർ AR നാപ്പ് കമ്മീഷൻ. ചോദ്യം 16. വാഗൺ ട്രാജഡി നടന്ന വർഷം എന്നാണ്? വാഗൺ ട്രാജഡി നടന്ന വർഷം എന്നാണ്? ഉത്തരം 1921 നവംബർ 10. ചോദ്യം 17. മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കവിത ഏതാണ്? മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കവിത ഏതാണ്? ഉത്തരം ദുരവസ്ഥ. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം K. മാധവൻ നായർ. ചോദ്യം 19. മലബാർ കലാപം പ്രമേയമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി എഴുതിയത് ആരാണ്? മലബാർ കലാപം പ്രമേയമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം ഉറൂബ്. ചോദ്യം 20. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം ആരുടേതാണ്? ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ചോദ്യം 21. മലബാർ കലാപത്തെ പ്രമേയമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? മലബാർ കലാപത്തെ പ്രമേയമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഉത്തരം 1921. ചോദ്യം 22. മലബാർ കലാപം നടന്നത് എന്നാണ്? മലബാർ കലാപം നടന്നത് എന്നാണ്? ഉത്തരം 1921. ചോദ്യം 23. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരായി പോരാടിയ വനിത ആരാണ്? 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരായി പോരാടിയ വനിത ആരാണ്? ഉത്തരം കമ്മത്ത് ചിന്നമ്മ. ചോദ്യം 24. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ്? മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ്? ഉത്തരം പൂക്കോട്ടൂർ യുദ്ധം. ചോദ്യം 25. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? ഉത്തരം തിരൂരങ്ങാടി. ചോദ്യം 26. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം വില്യം ലോഗൺ. ചോദ്യം 27. മലബാർ കലാപം അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? മലബാർ കലാപം അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം ലോഗൻ കമ്മീഷൻ. ചോദ്യം 28. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏതായിരുന്നു? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏതായിരുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം. ചോദ്യം 29. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1946. ചോദ്യം 30. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ചോദ്യം 31. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
പുന്നപ്ര, വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ. ചോദ്യം 32. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്നാണ്? നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്നാണ്? 33. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം സഖാവ് VS അച്യുതാനന്ദൻ. ചോദ്യം 34. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉത്തരം ഉലക്ക. ചോദ്യം 35. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അവസാനം കുറിച്ച സമരം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് അവസാനം കുറിച്ച സമരം ഏതാണ്? ഉത്തരം 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചോദ്യം 36. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ചോദ്യം 37. ദ ഗ്രേറ്റ് റെബല്യൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദി ഗ്രേറ്റ് റെബല്യൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം അശോക് മേത്ത. ചോദ്യം 38. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഝാൻസി റാണി ലക്ഷ്മിബായ്. ചോദ്യം 39. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം വാഗൺ ട്രാജഡി. ചോദ്യം 40. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മാഡം ഭികാജി കാമ. ചോദ്യം 41. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം PC റോയ്. ചോദ്യം 42. നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 43. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോൺ ലോറൻസ്. ചോദ്യം 44. 1857 വിപ്ലവാനന്തരം പിൻവലിക്കപ്പെട്ട നിയമം എന്തായിരുന്നു? 1857 വിപ്ലവാനന്തരം പിൻവലിക്കപ്പെട്ട നിയമം എന്തായിരുന്നു? ഉത്തരം ദത്താവകാശ നിരോധന നയം. ചോദ്യം 45. ഒന്നാം ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് മുമ്പിൽ സമർപ്പിച്ച വർഷം? ഒന്നാം ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് മുമ്പിൽ സമർപ്പിച്ച വർഷം എന്നാണ്? ഉത്തരം 1896 സെപ്റ്റംബർ 3. ചോദ്യം 46. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്?
ഉത്തരം തിരുവിതാംകൂർ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്. ചോദ്യം 47. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ എത്ര പേർ ഒപ്പുവെച്ചു? ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ എത്ര പേരാണ് ഒപ്പുവെച്ചത്? ഉത്തരം 13,176 ഈഴവർ. ചോദ്യം 48. ഈഴവ മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതും നേതൃത്വം നൽകിയതും ആരാണ്? ഈഴവ മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതും അതിന് നേതൃത്വം നൽകിയതും ആരാണ്? ഉത്തരം ഡോക്ടർ പൽപു. ചോദ്യം 49. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്നാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്നാണ്? ഉത്തരം 1900. ചോദ്യം 50. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ഉത്തരം കേഴ്സൺ പ്രഭുവിന്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. 1857 വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? 1857 വിപ്ലവാനന്തരം ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത് നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.